എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. മുട്ടയും ബട്ടറും ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ ഒരു സോസ് പാനിലാണ് ഇന്നിവിടെ കേക്ക് തയ്യാറാക്കുന്നത്. ഞങ്ങളുടെ മറ്റ് ഈസി കേക്ക് റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുമ്പോൾ വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. നമ്മൾ സോസ് പാനിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ സോസ് പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അതിനായി കുറച്ച് ഓയിൽ ഒഴിച്ച് അടിഭാഗത്തും വശങ്ങളിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് അതിന് മുകളിലായും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഓയിൽ മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മാംഗോ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു വലിയ സൈസ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനായി ഏത് തരം മാങ്ങ വേണമെങ്കിലും എടുക്കാം. നന്നായി പഴുത്ത മാങ്ങയായിരിക്കണം. അതുപോലെ തന്നെ നാര് കുറവുള്ള മാങ്ങയാണെങ്കിൽ നല്ലതായിരിക്കും. ഓരോ മാങ്ങയുടെയും ടേസ്റ്റ് അനുസരിച്ച് കേക്കിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. പക്ഷേ ഏത് മാങ്ങ വേണമെങ്കിലും ഈ കേക്ക് തയ്യാറാക്കാനേ ഉപയോഗിക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാനായി ഒരു പാനിലേക്ക് ഒഴിക്കാം. ഒത്തിരി നാരുള്ള മാങ്ങയാണെങ്കിൽ ഈ സമയത്ത് ഇതൊന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളെടുക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ച് പഞ്ചസാര കൂടുതലോ കുറച്ചോ ചേർക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ബട്ടറോ ഓയിലോ ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ മാംഗോ പ്യൂരിയുടെ കളറൊന്ന് മാറി ചെറിയൊരു ഗ്ലേസിങ് പോലെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുക്കാനായി മാറ്റി വയ്ക്കാം. അടുത്തതായി കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി തുടങ്ങാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുന്നു. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നു. ഓയിലിന് പകരം ബട്ടർ ഉരുക്കിയത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായി 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്നുകൂടൊന്ന് ഈവനായി മിക്സ് ആകാൻ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്ററാക്കി എടുക്കണം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നതിൽ നിന്നും 1/2 കപ്പ് മാംഗോ പ്യൂരി ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പികളുടെ ഫോട്ടോസ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് പാനിലേക്ക് ഒഴിക്കാം. എയർ ബബിൾസ് പോകാനായി കുറച്ച് തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇത് അടച്ച് ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ മുകളിൽ ആവിവെള്ളം വീഴാതിരിക്കാനാണ് ഈ രീതിയിൽ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നത്. ഇനി സോസ് പാൻ്റെ ലിഡ് വെച്ച് ഫോയിൽ പേപ്പർ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി ആവി കുറേശ്ശെ പോകാനായി ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ വീണ്ടും ലിഡ് വെച്ച് ടൈറ്റാക്കി അടയ്ക്കാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ സോസ് പാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ യൂസ് ചെയ്യാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. അതിനായി ഒരു തവ ചൂടാവാനായി വയ്ക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തവ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതിന് മുകളിലായി സോസ് പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം കൂട്ടേണ്ട കാര്യമില്ല. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ.
ഇത് സോസ് പാനിൽ മാത്രമല്ല കുക്കറിലും ബേക്ക് ചെയ്തെടുക്കാം. ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ബിസ്ക്കറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന ചോക്ലേറ്റ് കേക്ക് കുക്കറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഓരോരുത്തരുടെയും ബേണറിൻ്റെ സൈസ് അനുസരിച്ച് ഇതിൻ്റെ ബേക്കിംഗ് ടൈം പലതായിരിക്കും. 30 തൊട്ട് 60 മിനിറ്റ് വരെ എടുക്കാം ഇത് ബേക്കായി കിട്ടാൻ. അതുകൊണ്ട് ആദ്യം ഒരു 30 മിനിറ്റിൽ ബേക്കായോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം ഓരോ 10 മിനിറ്റിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കിവിടെ ഒരു 45 മിനിറ്റിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ക്വയർ സെൻറ്ററിൽ കുത്തി നോക്കി അതിൽ ബാറ്ററൊന്നും പിടിക്കാതെ ഈ രീതിയിൽ ക്ലിയറായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബേക്കായി എന്ന് മനസ്സിലാക്കാം. ഇനി ഇതൊരു 5-10 മിനിറ്റ് തണുക്കാനായി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം സോസ് പാനിൽ നിന്നും മാറ്റി ഒരു റാക്കിലേക്ക് തണുക്കാനായി വെക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മുറിക്കാവൂ. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ചെറു ചൂടോടുകൂടി മുറിച്ച് കഴിച്ചാൽ കേക്കിൻ്റെ ശരിക്കുള്ള ടേസ്റ്റും മധുരവും ഒന്നും മനസ്സിലാവില്ല. കേക്ക് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ മുറിച്ച് കഴിക്കാവൂ. പറ്റുമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായി വേണമെങ്കിൽ ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഈ രീതിയിൽ കേക്ക് തിരിച്ചു വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിന് മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാംഗോ പ്യൂരിയുടെ ബാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇതിന് മുകളിലായി കുറച്ച് ഷ്രെഡഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിന് മുകളിലായി കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇത് നല്ല പെർഫെക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. നല്ല മോയിസ്റ്റാണ്, സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇത്ര എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പികളുടെ ഫോട്ടോസ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.